ഹലോ ക്യൂട്ടീസ്, കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മേടിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിച്ച് തരും, പിന്നെ നമ്മൾ മേടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് മേടിക്കുന്നത്. അതിനകത്ത് 1-2 ഗിവ് അവേ കൊടുക്കാം. അത് ഞാൻ പറഞ്ഞോളാം ഏതാ കൊടുക്കുന്നതെന്ന്. ഇതെല്ലാം ഒന്നും ഗിവ് അവേ അല്ല. ഇത് എനിക്ക് വേണ്ടി മേടിച്ച ഒരു ജേർണലിങ്ങിൻ്റെ ബുക്കാണ്. ഈ ഡോട്ട് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ബുക്ക് കണ്ടിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഒത്തിരി കുറേ നാളിട്ട് മേടിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ ഒരു ഡയറിയിലൊക്കെയാണ് ജേർണലിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബുക്ക് വേണമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പേജസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പേജസ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേജൊക്കെ ആണ്, നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ അത് എഴുതുമ്പോൾ നമുക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ കവർ പേജ് അമ്പടാ നല്ല സൂപ്പറായിട്ടുള്ളൊരു കവർ പേജ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബി ദെയർ വെയർ യു വാണ്ട് ടു ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നല്ലൊരു സൂപ്പറായിട്ടുള്ള ഒരു കവർ. ഇത് പലതും പല സൈറ്റിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ അടുത്ത് മേടിച്ച ഇങ്ങനെ ഒരു ഡയറി ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണാം. ഇതിനകത്ത് ഞാൻ ചില സെൻറ്റാങ്കിളോ ഏതാണ്ടൊക്കെ 1-2 കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയായിരുന്നു. ചുമ്മാ ഒരു വാട്ടർ കളർ ആണെന്നാണ് പറഞ്ഞത്. കളർ സ്പ്രെഡ് ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നു. നമുക്ക് വരച്ചൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ബ്രഷ് പെണ്ണിൻ്റെ ഇച്ചിരി സ്പ്രെഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡയറി. ഇനി അടുത്തൊരു A4 സൈസിലൊരു പെയിൻറ്റിങ് വേണ്ടി സ്കെച്ച് ചെയ്യാനുള്ളൊരു ബുക്കാണ് മേടിച്ചത്. എൻ്റെ സ്കെച്ച് ബുക്കൊക്കെ ഒത്തിരി തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് മേടിക്കാൻ. ഇതിൻ്റെ പേജസും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്താണ് ഞാൻ എന്തെങ്കിലും സാധാരണ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇതും കളർ സ്പ്രെഡ് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇനി സാധാരണ പക്ഷേ ചില പേപ്പറിലൊക്കെ നമ്മുടെ ബ്രഷ് പെന്നൊക്കെ സ്പ്രെഡായി പോകുമോ, അപ്പം ഇത് കുഴപ്പമില്ലായിരിക്കും. ഇനി അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്നതാണ്. അടുത്തത് ഈ പേജസിൻ്റെ ഞാൻ നോക്കിയപ്പോഴത്തേന് A4 സൈസ് വേണമെന്ന് വിചാരിച്ച A4 സൈസിനകത്ത് നമ്മുടെ ആ കവർ പേജൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തില്ലേ. അപ്പോൾ അത് തീർന്നുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇത് കുഴപ്പമില്ല. പേജസ് ഇതൊക്കെ മീഷോ, ആമസോൺ പലതിൽ നിന്നൊക്കെ മേടിച്ചാണ്. ഇനിയുള്ള ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗിവ് അവേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വിന്നറിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ അപ്പോൾ ഇതാണ്. ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിന്നറിനെ മന്ത്ലി ഗിവ് അവേയിൽ അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതൊക്കെ വൈ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ എനിക്കിന്ന് ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവായ് സ്റ്റിക്കേഴ്സ് ഇല്ല. അപ്പം 1 പേര് കവായ് സ്റ്റിക്കർ. അപ്പം ടോപ്പ് വിന്നേഴ്സിന് ഫസ്റ്റും സെക്കൻഡിനും കൊടുക്കുന്നത് സെയിം ഗിഫ്റ്റ് തന്നെയാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഡ്രസ് തീമും ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇതിനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെയാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിന് ഗിവ് അവേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ 2. ഇനി അടുത്ത ഇത് 4th വിന്നറിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. 4 പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 4ാമത്തെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി സെയിം തന്നെ കവായ് സ്റ്റിക്കേഴ്സാണ്. വേറൊരു ടൈപ്പിലെ കവായ് സ്റ്റിക്കേഴ്സാണ് ഇത്. അപ്പം ഇത് ഞാൻ 3 പേരൊക്കെ കൊടുക്കണം എന്നുള്ളത് വിചാരിച്ചുള്ളത്. പിന്നെ ഞാൻ ഒരാൾക്ക് കൂടെ കൊടുക്കാമെന്ന് വെച്ചു. ഇതുപോലത്തെ കവായ് സ്റ്റിക്കേഴ്സാണ്. ഇത് വേറെ ടൈപ്പിലെ കവായ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതാണ് 4th വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി 3rd വിന്നറിനെ കൊണ്ട് കാണിക്കാമേ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇങ്ങനെ എല്ലാവർക്കും സ്റ്റിക്കർ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചത്. ഇനി അടുത്തത് ഗിവ് അവേ അല്ല. ഞാൻ കുറേ നാൾ ഒരു ചെറിയ ഈ പെൻ കട്ടർ കണ്ടപ്പോൾ എനിക്കൊന്ന് മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ പെൻ കട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചപ്പോൾ എനിക്ക് ഇതാ വന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. പേന പോലെ ഇരിക്കും, പക്ഷേ പേനയല്ല കേട്ടോ, ഇത് കട്ടറാണ്. എന്നുവെച്ചാൽ നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്യും. പേപ്പർ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ സാധനം. ഈ വാഷി ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ഇതില്ലേ അത് കട്ട് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നു. ഞാൻ ഇതിപ്പോൾ എന്തായാലും മേടിച്ചു. ഇതെന്തോ ഓഫറിൽ കിടന്നാൽ അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇനി എന്തായാലും യൂസ് ചെയ്തിട്ടൊക്കെ നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ട, ഇത് ഏത് പൊസിഷൻ വെച്ചാൽ കണ്ടിക്കണം. പിന്നെ നമുക്ക് പ്രാക്ടീസ് ആകുമ്പം ഇത് വരച്ചപ്പോൾ വരയുന്നൊക്കെ ഉണ്ട്, ഇച്ചിരി കട്ടൊക്കെ ആവുന്നുണ്ട്. പിന്നെ പക്ഷെ അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ ശരിയാകുമായിരിക്കും. എനിക്കറിയത്തില്ല. ഞാനൊക്കെ വരച്ചൊക്കെ നോക്കാം. ഞാൻ എന്നിട്ട് പേപ്പറിൽ വരെ കണ്ടിച്ച് നോക്കും. പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ വലിയ കട്ടിയുള്ള പേപ്പറൊന്നും കട്ടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഫ്ലോപ്പ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഈ നമ്മൾ വയല മൈന്യൂട്ടായിട്ടൊരു സാധനങ്ങൾ കണ്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല. എന്നാൽ അപ്പോൾ ഇതാണ് വേണ്ടി കണ്ട പേന പോലെ തോന്നും. പക്ഷേ ഇത് പെൻ കട്ടർ എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ കണ്ടപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു. ഇനി അടുത്ത നമ്മുടെ ഗിവ് അവേയുടെ ഗിഫ്റ്റാണ് അടുത്ത കാണിക്കുന്നത്. പെൻ കട്ടർ ഗിവ് അവേ അല്ല കേട്ടോ. ഇനി അടുത്ത 3rd വിന്നർ ഞാൻ പറഞ്ഞിട്ട് കാണിച്ചാൽ ഇതെന്ന് പറയുന്നത് ഇതോടെ നല്ല സൂപ്പറായിട്ടുള്ള സാധനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതെന്താണെന്ന് കാപ്പിബാരയുടെ ഈ തീമിലുള്ള ഒരു സെറ്റാണ്. ഇതിനകത്ത് എന്തോന്ന് ഞാൻ പൊളിക്കുന്നില്ല, കാരണം തുറന്നു നോക്കേണ്ട ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ട്. ഇതാണ് 3rd വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കവായ് ഗിഫ്റ്റും 3rd കാപ്പിബാരയുടെയും 4th ഒരു കവായ് സ്റ്റിക്കറിൻ്റെ ഇത്. അപ്പോൾ ഇത്രയാണ് കൊടുക്കുന്നത്. ഇനി ഈ സാധനം ഇനി ഈ സാധനം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ചുമ്മാ കണ്ടിച്ചെന്നേ ഉള്ളൂ, കാണിക്കുന്നില്ല. ഇത് എൻ്റെ എൻ്റെ ഒരു വൈറ്റ് ടേബിൾ ഒത്തിരി പന്ന ഓരോ ഗ്ലൂ ഒക്കെ ഇട്ട് അത് ഞാൻ എത്ര തുടച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം മേടിച്ചത് കേട്ടോ. ഇതുപോലത്തെ എനിക്ക് ഈ ബബിൾസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സ്പ്രേ ടൈപ്പിലെ സാധനം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഇത്രയാണ് മെയിൻലി ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഇത്രയൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങളോട് ഒന്നുകൂടെ കാണിക്കാതെ ഇതിങ്ങനെയുണ്ട് ഈ ബബിൾസ്.
ആഹാ എനിക്ക് കണ്ടിക്കുമ്പോൾ എന്ത് സുഖമാണ്. പണ്ടൊക്കെ ഈ ബബിൾസ് ഇങ്ങനെ ഞെക്കി പൊട്ടിക്കാൻ എന്ത് സുഖമായിരുന്നു. നല്ല സുഖമല്ലേ ഇങ്ങനെ കെട്ടിച്ചടിച്ചടിക്കുക അല്ലേ. അപ്പം ഇനി നമുക്ക് കാണിക്കാൻ ഞാൻ എന്തൊക്കെ ഗിഫ്റ്റാണ് ഗിവ് അവേ വിന്നറിനെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വിന്നറിന്. സെയിം തന്നെ സെക്കൻഡ് വിന്നറിന് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എല്ലാ പ്രാവശ്യം പല രീതിയിലല്ല പേനയും പിന്നെയൊക്കെ. ഇതാണ് തേർഡ് വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കവായി അത് ഫോർത്ത് വിന്നറിന് വേണ്ടാന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ ഞാൻ ഒന്നുകൂടെ വെച്ചേക്കാന്ന് വെച്ചുകൊണ്ട് കവായി സ്റ്റിക്കേഴ്സാണ് നമ്മുടെ ഫോർത്ത് വിന്നറിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ ജൂലൈയിലല്ല ജൂൺ മന്തിലെ ഗിവ് അവേ ആണ്. വിന്നറിനെ ഞാൻ 1-2 ദിവസത്തിലുള്ള അനൗൺസ് ചെയ്യാൻ എനിക്കിതിപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞ അൺബോക്സിങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് വെച്ചുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ഇഷ്ടപ്പെടുക. ഇത് തന്നെ ചിലപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സാധനമാണ് അടുത്ത മാസം വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കുന്നത്. ഈ സ്റ്റിക്കേഴ്സ് ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്ത സാധനം, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ മേടിച്ചത്. ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ. കാരണം പലയിടത്തും പല സ്ഥലത്തും വേറെ ടൈപ്പിലെ തീമൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീഡിയോ ഒക്കെ ഫുള്ള് കാണാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലവണ്ണം ലൈക്കൊക്കെ അടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ലോങ് വീഡിയോ പ്രത്യേകിച്ച് കേട്ടോ. അപ്പം എല്ലാവരും കാണുമെന്ന് വിചാരിക്കും. ഷോർട്സൊക്കെ കാണണേ. ബൈ.